വർഗീയ വിഷം തുപ്പുന്ന വെള്ളാപ്പള്ളി നടേശന്റെ നിരന്തരമുള്ള പ്രസ്താവനകൾ കേരളത്തിന്റെ ജാതിമത വേരുകൾക്കുമേൽ പ്രഹരമേൽപ്പിക്കുകയാണ്. മതപണ്ഡിതന്മാർ ഭരണത്തിൽ ഇടപെടുന്നുവെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസമാണ് പ്രസ്താവന നടത്തിയത്. ആ പ്രസ്താവന വീണ്ടും അദ്ദേഹം ആവർത്തിക്കുകയായിരുന്നു. മുസ്ലിം കൂട്ടായ്മയായ മുസ്ലിം ലീഗിനെ മതേതര പാർട്ടി എന്നാണ് വിളിക്കുന്നതെന്നും പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്ന വെള്ളാപ്പള്ളി പ്രതിപക്ഷം എടുത്തിട്ടലക്കുകയാണ്. പക്ഷേ വിഷയത്തിൽ ഭരണപക്ഷത്തിന് വാ തുറക്കാൻ കഴിയുന്നില്ല. വെള്ളാപ്പള്ളിക്കെതിരെ പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി VN വാസവനും സാധിക്കുമോ എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ചോദ്യം. ഈ ചോദ്യത്തിന് പോലും അവർക്ക് ഉത്തരമില്ല. വെള്ളാപ്പള്ളിക്കെതിരെ വിമർശനം ശക്തമാക്കുമ്പോഴും പുകഴ്ത്തുകയാണ് മന്ത്രി VN വാസവൻ ചെയ്തത്. നിർഭയനായി അഭിപ്രായം രേഖപ്പെടുത്തുന്നതാണ് വെള്ളാപ്പള്ളിയുടെ വലിയ പ്രത്യേകത എന്നാണ് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞത്. 3 പതിറ്റാണ്ട് കാലം സമുദായത്തിന്റെ ജനറൽ സെക്രട്ടറി പദവി വഹിച്ച മറ്റൊരു സമുദായ നേതാവില്ല എന്നും മന്ത്രി പറഞ്ഞു വെച്ചു. ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത സങ്കുചിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ജാതി മത അതിർവരമ്പുകൾ കെട്ടിയിട്ടില്ലാത്ത ഇവിടെ മനഃപൂർവ്വം അത് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിനു മുൻപ് വെള്ളാപ്പള്ളി നടത്തിയ വർഗീയ പരാമർശങ്ങൾക്ക് ഒരു തലോടൽ നയമായിരുന്നു മുഖ്യമന്ത്രിയും നടത്തിയത്. താൻ നടത്തിയത് ബോധപൂർവമുള്ള പരാമർശമാണെന്നും അതിൽ നിന്നും പിന്നോട്ടില്ല എന്നുമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വെള്ളാപ്പള്ളി. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വെച്ച് നടത്തിയ പരാമർശം കൊച്ചിയിൽ വെച്ച് വീണ്ടും ആവർത്തിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെയും സമസ്തയെയും മലപ്പുറം ജില്ലയെയും കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങളെയും അവഹേളിക്കുന്ന പ്രസ്താവനയാണ് വെള്ളാപ്പള്ളി കോട്ടയത്ത് നടത്തിയത്. അതിന്റെ തുടർച്ചയായിരുന്നു കൊച്ചിയിലും നടത്തിയത്. വെള്ളാപ്പള്ളിക്കെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനും മുസ്ലിം ലീഗ് നേതാക്കളും CPM നേതാവ് M സ്വരാജും രംഗത്തേക്ക് വന്നിരുന്നു. ഗുരുദേവൻ പറഞ്ഞതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് SNDP ജനറൽ സെക്രട്ടറി പ്രചരിപ്പിക്കുന്നതെന്നും ഇതെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞു പറയിപ്പിക്കുന്നതാണെന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ തീർത്തും നിരുത്തരവാദപരമാണെന്നാണ് M സ്വരാജ് പ്രതികരിച്ചത്. ശ്രീനാരായണ ഗുരുവും SNDP യോഗവും ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾക്ക് വിരുദ്ധമാണിതെന്നും മതനിരപേക്ഷ സമൂഹത്തെ ദുർബലപ്പെടുത്തുന്ന ഇത്തരം അഭിപ്രായങ്ങൾ കേരളം തള്ളിക്കളയുമെന്നും സ്വരാജ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ തള്ളാനും കൊള്ളാനും പറ്റിയ അവസ്ഥയിലാണ് ഇടതുപക്ഷമുള്ളത്. വെള്ളാപ്പള്ളിയുടെ നിരന്തരമുള്ള ഈ പ്രസ്താവനകളിൽ തച്ചൊടിക്കാൻ പ്രതിപക്ഷം ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. മനഃപൂർവ്വം കേരളത്തെ വർഗീയത ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇതൊക്കെ. തങ്ങളെ മറ്റൊരു സമുദായം കീഴ്പ്പെടുത്തുന്നു എന്നൊരു വികാരം ഉണ്ടാക്കിയെടുത്ത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വർഗീയ വിഷം ചീറ്റാനുള്ള മനഃപൂർവ്വമുള്ള ശ്രമമായിട്ടാണ് ഇത് കാണേണ്ടത്.